പണ്ടുള്ളവർക്ക് ബീഡി വലിക്കുന്നവർക്ക് നന്നായിട്ട് അറിയാം. MS ബീഡി, ആപ്പിൾ ബീഡി, കാജ ബീഡി. അപ്പോൾ ലാല ആൻറ്റിയുടെ വീട്ടിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ. കോളിഫ്ലവർ, ചീര, കുരുമുളക്, പച്ചമുളക്, വേപ്പ് ഒക്കെ ഉണ്ട്. ന്യൂട്രിമിക്സ് മാത്രം കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ കൗണ്ട് കൂടുന്നുണ്ട്. അതൊക്കെ നമുക്ക് യാദൃശ്ചികമായിട്ട് കിട്ടിയൊരു അനുഗ്രഹം പോലെയാണ്. മുളപ്പിച്ച റാഗിയാണ് കേട്ടോ അപ്പോൾ പൊടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കുഞ്ഞു കുട്ടികൾക്ക് കുറുക്കി കൊടുക്കാനായിട്ട് ഭയങ്കര രസം കാണാനായിട്ട് ഇവിടെ. അപ്പോൾ ചേട്ടനാണെങ്കിൽ ഇവിടെ കിടന്ന് ആർമാദിക്കാൻ തോന്നിയിട്ട് ഇവിടെ നല്ലൊരു ചാതിട്ടോ എന്തൊരു തണവാ. ഇതാണ് നമ്മളുടെ ഏറ്റവും അവസാനത്തെ ലേറ്റസ്റ്റ് പ്രോഡക്റ്റ്, ഉണക്കച്ചെമ്മീൻ ചമ്മന്തിപ്പൊടി. ഇപ്പം എല്ലാവരും ഇത് 2-3 പാക്കറ്റ്സ് ഓർഡർ ചെയ്യും. ഇങ്ങനെ കരിവാളിപ്പ് പോലെ മുഖത്ത് കരിവാളിപ്പൊക്കെ വരില്ലേ, ഞങ്ങളുടെ കുന്നങ്കായെന്ന് പറയും. ഇവിടെ കണ്ണങ്കായെന്ന് പറയാ. കുറച്ച് ദൂരമുള്ള വ്യത്യാസം. അവിടെ 4 കിലോമീറ്ററിന് വ്യത്യാസമല്ലോ. റെഡി വായ തോന്നി ഞാൻ പറയാട്ടെ പറയാ. തുടങ്ങണേ ഞാൻ ഉച്ചയുടെ കൈകൊണ്ട് തരിക്കുന്നു പറഞ്ഞു. പ്രിയപ്പെട്ടവരെ നമസ്കാരം. എൻ്റെ പിന്നീട് മതിൽ കാണാം. കണ്ട മതിൽ കണ്ട. ഈ മതിലിന് ചില പ്രത്യേകതകളുണ്ട്. പണ്ട് കാലത്ത് ഓട് കണ്ടമാനം ബാക്കി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ ഓടുകളുണ്ട് മതിൽ പണിയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. നമ്മളവിടെ കൂടുതൽ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ട് കമ്പനി ഉള്ള അവരുടെ വീടുകളുടെ മതിലുകൾ, പിന്നെ ഓട്ട് കമ്പനിയുടെ മതിലുകൾ അങ്ങനത്തേക്കാണ്. പിന്നെ കിണറിൻ്റെ ഉള്ളിൽ ഈ ഓടുകൊണ്ട് കെട്ടും. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാശുകാരാണ് ചെയ്യുള്ളൂ അല്ലേ പണ്ട്. കാശുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന സാധനം മുള കൊണ്ടുള്ള വേലിയാണ് കെട്ടി കിടന്നത്. അപ്പോൾ പണ്ട് അച്ഛൻ എൻ്റെ അച്ഛൻ പണിതിട്ടുള്ള എന്ന് പറഞ്ഞാൽ ജോലി ചെയ്തിട്ടുള്ള ഓട്ട് കമ്പനിയുടെ അത് വേലായുധ ഓട്ട് കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള ഓട്ട് കമ്പനി മുതലാളി എന്ന് പറയാം. അവരുടെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. നമ്മുടെ പാലിയേക്കര ടോൾ പ്ലാസ വരെ അടുത്താണ് ഈ വീട് കേട്ടോ. അപ്പോൾ ഇനി ഈ വീടിന് ചില പ്രത്യേകതകളുണ്ട്. അവിടത്തെ കുറച്ച് കാര്യങ്ങൾ അറിയില്ലോ. ഇവിടത്തെ ഒരു ആൻറ്റി ഉണ്ട്. ആൻറ്റി എന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിച്ച് വന്നിട്ടുള്ള നമ്മുടെ വീടിൻ്റെ അവിടെ മങ്കുഴിക്കാരുണ്ട്. അവിടത്തെയാണ് ആൻറ്റി. പണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും MS ബീഡി എന്ന് പറഞ്ഞിട്ട്. പണ്ടുള്ളവർക്ക് ബീഡി വലിക്കുന്നവർക്ക് നന്നായിട്ട് അറിയാം. MS ബീഡി, ആപ്പിൾ ബീഡി, കാജ ബീഡി. അത് MS ബീഡി ഭയങ്കര ഫേമസ് ആയിരുന്നു. ആ MS ബീഡി, MS കുമാരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചീരാച്ചി വളവുണ്ട്. ആ വളവിൻ്റെ അടുത്താണ് ഇവരെ വീട്. അവിടുന്ന് കല്യാണം കഴിച്ചു കൊടുന്ന ചേച്ചീനെ കാണാനാണ് പറയും. ഞാൻ ആൻറ്റി എന്നാണ് വിളിക്കുന്നത്. ലാല എന്നാണ് ആൻറ്റിയുടെ പേര്. അതിൽ തന്നെ ഉണ്ടല്ലേ ഒരു എന്താ പറയാ, ഓമനത്വമാണോ അങ്ങനെ. അപ്പോൾ അപ്പോൾ ലാല ആൻറ്റിയുടെ വീട്ടിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ. ലാല എന്ന് പറഞ്ഞ ആൻറ്റിയുടെ വീട്ടിലേക്കായിരുന്നു നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. അത് ഈ ചുറ്റുവട്ടം തന്നെ കാണാനുണ്ട്. ഇവരുടെയാണ് ഓട്ട് കമ്പനി, ശ്രീ വേലായുധ എന്ന് പറഞ്ഞിട്ടുള്ള ഓട്ട് കമ്പനി. അപ്പോൾ ഇവിടെ അച്ഛൻ പണ്ട് ചൂള, അതായത് ഓട് വേവിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സ്ഥലത്ത് പറഞ്ഞു. ഈ വീടും ചുറ്റുപാടും തന്നെ ഉണ്ട് കേട്ടോ. ഒരു വ്ളോഗിനുള്ള ഒരു കണ്ടന്റ് ഉണ്ട്. അത്രയ്ക്ക് രസമാണ്. ഞങ്ങൾ 2 മാസം മുന്നേ വന്നപ്പോൾ, ഡിസംബർ മാസത്തിൽ വന്നപ്പോഴാണ് അല്ലേ. ഇവിടെ ആ സമയത്ത് ന്യൂനമർദ്ദമൊക്കെ ആയിട്ട് നല്ല മഴയുള്ള സമയമായിരുന്നു. അപ്പോൾ ഒരു വേറെ ആംബിയൻസ് ആയിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ ഒരു കാടിൻ്റെ ഉള്ളിലേക്കൊക്കെ വന്ന പോലത്തെ ഒരു പ്രതീതിയായിരുന്നു. അപ്പോൾ പക്ഷെ നമ്മൾ ഈ വീടും ചുറ്റുപാടൊന്നും കാണിക്കാനല്ല വന്നിട്ടുള്ളത്. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻറ്റിക്ക് 2 ആൺമക്കളാണ്. പിന്നെ അവർ പുറത്താണ്. ഇപ്പോൾ മൂത്ത ആളിപ്പോൾ ഇവിടെ ഉണ്ട് കേട്ടോ. മൂത്ത ആൾ ഓസ്ട്രേലിയയിലാണ് സെറ്റിൽ ചെയ്തേക്കണം. അപ്പോൾ ആളും വൈഫും മക്കളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ആൻറ്റിയും ഹസ്ബൻഡും മാത്രമായിട്ട് ഇവിടെ ഇങ്ങനെ ആയപ്പോൾ ആൾക്കാണെങ്കിൽ പാചകത്തിൽ ഭയങ്കര കഴിവാണ്. അപ്പോൾ ചമ്മന്തിപ്പൊടികൾ, പിന്നെ ഓരോ മസാലക്കൂട്ടുകൾ, സാമ്പാർ പൊടി, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് 2 പിള്ളേർക്കും കുറേ നാളത്തേക്കുള്ളത് ഇങ്ങനെ കൊടുത്തയക്കുമായിരുന്നു. അപ്പം അങ്ങനെ കൊടുത്തയക്കുമ്പോൾ ആ പിള്ളേരത് ഉപയോഗിക്കും, അതുപോലെ ഫ്രണ്ട്സിന് കൊടുക്കും. അപ്പോൾ അവർ ചോദിക്കാൻ തുടങ്ങി, ആൻറ്റിക്ക് ഇതിങ്ങനെ ചെറുതായിട്ടായാലൊരു ബിസിനസ്സായിട്ട് ചെയ്തുകൂടെ, കുറേ പേർക്കൊക്കെ ഇത് യൂസ്ഫുള്ളായിരിക്കും, പിന്നെ കെമിക്കലൊന്നും ആഡ് ചെയ്യണില്ല, പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യണില്ല, അങ്ങനെയൊക്കെയാണ് ചെയ്യണേ. വീട്ടില് മക്കൾക്ക് കൊടുക്കണ പോലെ മറ്റുള്ളവർക്കും ഉണ്ടാക്കി കൊടുക്കണത്. അപ്പം അങ്ങനെ ചെയ്തുകൂടെന്ന് ചോദിച്ചാൽ ആളങ്ങനെ തുടങ്ങി. ആൻറ്റി ഇത് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ ആ ഓമനത്തം തുളുമ്പുന്ന ആൻറ്റിയാണ് ഇവിടെ നിൽക്കുന്നത്. ഭയങ്കര ഇൻട്രോയാ. വാ, ഇതാണ് ലാല. ഇതാരീ പേരിട്ടത്? വീട്ടിൽ വിളിക്കണ പേരാ. ശരിക്കും പേര് ഹസീന. അതെ, റെക്കോർഡ്സിലൊക്കെ ഹസീനയാണ്. അതൊരു മുസ്ലിം പേര് പോലെ. അത് അച്ഛൻ നല്ലൊരു രാഷ്ട്രീയക്കാരനായിരുന്നു. അപ്പം അതും പേരും ഒന്നും അറിഞ്ഞിട്ട്
ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഹസീനാന്ന് ഇട്ടു, അനിയത്തിക്ക് റസിയ. ശരി. അച്ഛന്റെ അമ്മയുടെ പേരെന്തായിരുന്നു? മാലതി കുമാരൻ. ആളറിയാം. പറഞ്ഞു. ഇവര് ഭയങ്കര പേര് കേട്ട വീട്ടുകാരാണ്, മങ്കുഴിക്കാരട്ടാ. നമ്മുടെ അയലോക്കക്കാരാണ് ഇവര്. അച്ഛന് പണ്ട് ഞാൻ MSBD, അച്ഛൻ ആപ്പിൾ ബീഡി വലിക്കുക. അപ്പൊ ഇടയ്ക്ക് MSBD ആണെന്ന് പറയുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത കടകളിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ പോയിട്ട് അവിടെ പോയിട്ട് MSBD-യുടെ 2 വാങ്ങിച്ചു കൊണ്ടുവരും. അത് കഴിഞ്ഞിട്ട് അച്ഛൻ പിന്നെ റോസ്വുഡ് എക്സ്പോർട്ടിങ്ങിലേക്ക് പോയി. എറണാകുളത്ത് ബിസിനസ്സൊക്കെ, മരത്തിന്റെ ബിസിനസ്സായി. അച്ഛനും അമ്മയും മരിച്ചു, ഇപ്പൊ ഇല്ല. ചെറിയൊരു യൂണിറ്റ് ആണ് ആന്റി ഇവിടെ നടത്തുന്നത്. കുറച്ച് പേർക്ക് മഞ്ഞളൊക്കെ വിളവെടുക്കാറായി. ഈ മഞ്ഞൾപ്പൊടി, കൂവപ്പൊടി അതൊക്കെ കൂവില്ല, മഞ്ഞള് മഞ്ഞളൊക്കെ ഇവിടെ തന്നെ കൃഷി ചെയ്ത്. ഇത് ഒരു 3.5 ഏക്കറാണ്. 3.5 ഏക്കർ സ്ഥലം ഉണ്ട് ഇവിടെ. അതിലാണ് ഈ വീടൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ സ്ഥലം വെറുതെ എടുക്കല്ലേ. അവിടെ തന്നെയുള്ള കുറെ ജാതിക്കുണ്ട്. പിന്നെന്താണ്, തെങ്ങ്, വാഴ, പ്ലാവ്. ഇപ്പൊ നമ്മുടെ ബിസിനസ് ആവശ്യത്തിന് പ്ലാവ് കൂടുതൽ വെച്ചു. ചക്കപ്പൊടി നല്ല ഡിമാൻഡാ. ഇപ്പൊ ഇല്ല ചക്കപ്പൊടി. പണ്ടേ ഉള്ള പ്ലാവുകളുണ്ട്. ഇവിടത്തെ തന്നെ പറമ്പിൽ തന്നെ നട്ട് നനച്ചുണ്ടാക്കുന്ന സാധനങ്ങളാണ് ആന്റി മെയിൻ കൂടുതല്. കൂടുതലായിട്ട് ഇങ്ങനെ പാക്ക് ചെയ്ത് കൊടുക്കണം. മുരിങ്ങയിലപ്പൊടി, ചക്കപ്പൊടി, മാങ്ങപ്പൊടി, പിന്നെ ചെമ്പരത്തിത്താളി. അപ്പൊ 2 മാസം മുൻപ് നമ്മൾ വന്നിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിന്റെ ഒക്കെ കുറെ സാമ്പിളുകൾ തന്നിട്ടുണ്ടായിരുന്നു. സരിത ഉപയോഗിച്ച് നോക്കുന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ നമ്മൾ അത് ഉപയോഗിച്ചു നോക്കിയിട്ടാണ് നമ്മളിപ്പോൾ വീണ്ടും വന്നിട്ടുള്ളത് കേട്ടോ. ഇവിടെ ഏറ്റവും വലിയ ആകർഷണീയമായിട്ട് തോന്നിയ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്ന സാധനങ്ങൾ തന്നെയാണ് ഈ പാക്ക് ചെയ്ത് ഒക്കെ കൊടുക്കണേന്നുള്ളതാണ്. വളരെ ഹൈജീനിക് ആയിട്ടും പിന്നെ നല്ല പ്ലാസ്റ്റിക്കും കെമിക്കലും ഒന്നും തന്നെ ഇല്ലാണ്ടൊക്കെ കടലാസിന്റെ പാക്കറ്റാണ്. അങ്ങനെ അത് മക്കളുടെ ഒരു ഡിസിഷൻ ആയിരുന്നു. കുറച്ച് അതിലെ കടക്കാം. നമ്മൾ ഈ അടുക്കള തോട്ടം പോലെ ഉണ്ട് കേട്ടോ. കാബേജ്, കോളിഫ്ലവർ, ചീര, കുരുമുളക്, പച്ചമുളക്, വേപ്പ് ഒക്കെ ഉണ്ട്. അതായത് ഇവിടെ കുറച്ച് ജോലിക്കാരുണ്ട്, സ്റ്റാഫ് ഉണ്ട്. സ്റ്റാഫ് എന്ന പോലെയല്ല, ഇവിടെ ഫാമിലി മെമ്പേഴ്സ് പോലെ തന്നെയാണ്. അടുത്തുള്ളവര് കുറച്ച് പേര്, പിന്നെ തമിഴന്മാര് താമസിക്കുന്നുണ്ട് ഇവിടെ. അപ്പൊ അവർക്ക് നമുക്ക് ഫുഡൊക്കെ കൊടുക്കണ്ടേ. അപ്പൊ ഈ ഒരു വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കഥയുണ്ട്. ഇതിങ്ങനെ കുറേ സ്ഥലവും വീടൊക്കെ അല്ലേ. അപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് കുറച്ച് പണിക്കാരുണ്ടായിരുന്നു പണ്ട്. അപ്പോൾ ആ പണിക്കാർക്കൊക്കെ പ്രായമായപ്പോൾ അവരൊന്നും നോക്കാൻ ആരും ഇല്ലാണ്ടായി. അവരെ മക്കൾ ഒന്നും പിന്നെ അവരെ വേണ്ട. ഇത് പണി ചെയ്തിരുന്ന സമയത്ത് അവരുടെ ശമ്പളവും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വരുന്നല്ലാണ്ട് പ്രായമായപ്പോൾ അവരൊന്നും വേണ്ടാണ്ടായപ്പോൾ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ എവിടേക്കും പറഞ്ഞു വിട്ടു. ഇവരെ അച്ഛൻ അങ്ങനെയുള്ളവരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ട് ഒരു വീട് പണിതു. എന്നിട്ട് അവരെ മരിക്കണ വരെ ഇവർ തന്നെയാണ് നോക്കിയത്. അപ്പൊ എല്ലാരും ഇപ്പൊ മരിച്ചു പോയിട്ട് ആരും ഇല്ല ഇപ്പൊ. അത് സൈശേട്ടന് 1.5 വയസ്സുള്ളപ്പോ വന്ന ഒരാള്. സൈശേട്ടന് ഇപ്പൊ 74 വയസ്സായി. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ അന്ന് അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള വീട് പിന്നെ അവരൊക്കെ മരിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഈ വീട് ഇങ്ങനെ വെറുതെ കിടക്കായിരുന്നു. അപ്പൊ ആന്റിക്ക് 4 വർഷം മുന്നേ കോവിഡിന്റെ ടൈമിലാണ് ഇങ്ങനെ ഒരു യൂണിറ്റ് തുടങ്ങാം, മക്കളൊക്കെ കൂടി നിർബന്ധിച്ച് അങ്ങനെ ഒരു ഇതിലേക്ക് വന്നതാണ്. നമ്മളകത്ത് കയറി. അപ്പോൾ സിറ്റ് ഔട്ട് കഴിഞ്ഞിട്ട് ഈ വലിയ ഹോള് പോലെ ഇവിടെ ഒരു 4 കട്ടിലുണ്ടായിരുന്നു അത്ര. ആ സ്ഥലമാണിത്. അപ്പോൾ അവിടെ ഇപ്പോൾ ഭക്ഷണം ഇങ്ങനത്തെ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യാനൊക്കെയാണ്. പിന്നെ എന്തൊക്കെയാണ് ഇവിടെ ഇനി ആൻറ്റി പറഞ്ഞല്ലോ, ഇനി ഒന്നും പറയാൻ എനിക്കറിയില്ല. ഇനി ഇത് നമുക്ക് പൊടിക്കണ ഒരു മെഷീൻ, വലിയ ലാർജായിട്ടുള്ളതൊക്കെ നമ്മൾ പുറത്ത് മില്ലിൽ കൊടുത്താൽ പൊടിക്കണ്. ഇത് നമ്മളുടെ ഈ ന്യൂട്രിമിക്സ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഇതൊക്കെ നമ്മൾ ഇതിലാണ് പൊടിക്കുക. ഇത് എൻ്റെ ബ്രദർ സമ്മാനിച്ചൊരു ഇതൊന്ന് ഓൺ ചെയ്ത ബിന്ദു, എന്നിട്ട് അതിൽ നിങ്ങൾ എന്തെങ്കിലും പൊടിച്ച് കാണിച്ചു കൊടുക്കുക. അപ്പം നമുക്ക് ആ മെഷീനിൽ ഇങ്ങനെ പൊടിച്ച് കാണിച്ചു തരാം. അപ്പം ഈ ന്യൂട്രിമിക്സ് എന്ന് പറഞ്ഞില്ലേ, എന്താണ് അതിലുള്ളത്? അതിലൊരു 12 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. നമ്മൾ സ്പ്രൗട്ടഡ് റാഗി, മില്ലറ്റ്സ് ആണ് കൂടുതൽ, പിന്നെ ചക്കയുടെ പൊടി, ഓട്സ് ഡ്രൈ റോസ്റ്റ് ചെയ്തത്, പിന്നെ കുറച്ച് അല്ല എല്ലാവർക്കും കഴിക്കാം. അപ്പം അത് നമ്മൾ പണ്ട് മുതലേ സ്ഥിരമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നിരുന്നതാണ്. അപ്പം അത് നല്ല ഡിമാൻഡുള്ള നമ്മൾ ഉണ്ടാക്കിയത് തന്നെ ഒരു. പക്ഷെ ഇതിപ്പോൾ ബിസിനസ്സായിട്ട് വന്നപ്പോൾ കുറേയും കൂടെ പ്രൊഡക്ട്സ് നമ്മൾ കുറച്ച് ഡോക്ടേഴ്സിനോടും കൂടെ ഒക്കെ കൺസൾട്ട് ചെയ്ത്, എന്താ വെച്ചാൽ ഒബിസിറ്റി ഉള്ള ആൾക്കാർക്കും യൂസ്ഫുൾ ആവണം, ഡയബറ്റിക്കാർക്കും കഴിക്കാൻ പറ്റണം എന്നുള്ള രീതിയിലാക്കി. അതെ ഫ്ലാക്സ് സീഡ്, സെസമി സീഡ്, അങ്ങനെ
ഒരുപാട് ഇൻഗ്രീഡിയൻസ് അതിലുണ്ട്. അത് ഉപയോഗിച്ച ആൾക്കാർക്കൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ടെന്ന് പറയണം. കീമോ ചെയ്യുമ്പോൾ ബ്ലഡ് കൗണ്ട് കുറഞ്ഞവർക്ക് അത് കൂടുന്നുണ്ട്. അതൊന്നും നമ്മൾ അറിഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് അല്ല. പക്ഷെ ഉപയോഗിച്ചിട്ട് അവർ പറയണ് ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇരിക്കുമ്പോൾ അവർ ഈ ന്യൂട്രിമിക്സ് മാത്രം കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ കൗണ്ട് കൂടുന്നുണ്ടെന്ന്. അതൊക്കെ നമുക്ക് യാദൃശ്ചികമായിട്ട് കിട്ടിയൊരു അനുഗ്രഹം പോലെയാണ്. അത് ഒരുപാട് കുറുക്ക് പോലെ കഴിക്കാം. പാല് ചേർക്കാം, പാല് ചേർക്കാതെ എടുക്കാം. പിന്നെ എന്തൊക്കെ ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ സീഡ്സോ നമുക്ക് ആഡ് ചെയ്യാം. ഉണ്ട് ചിയ സീഡ്സ്, ശർക്കരപ്പൊടി ഇട്ടിട്ട്. അതെ അതെ, നമ്മളും ശർക്കരപ്പൊടി ഇങ്ങനെ ഓർഗാനിക് കിട്ടുമല്ലോ, മറയൂർ ശർക്കരയോ അങ്ങനെ ഓർഗാനിക് ശർക്കര ഇട്ട് ചേർത്ത് കുറുക്കി കഴിച്ചാൽ മതി. അത് 1 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് മുതൽ എത്ര പ്രായമുള്ള ആൾക്കാർക്കും കഴിക്കാം. പക്ഷെ ചിലർ ഇങ്ങനെ ഫ്ലാക്സ് സീഡ് ചിലർക്ക് അലർജിയാന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് അതില്ലാതെയും കൊടുക്കാറുണ്ട്. അങ്ങനെ ചിലർ അത് പറയും. അത് നല്ലൊരു പ്രോഡക്റ്റ്. ഇൻഗ്രീഡിയൻസ് ഉള്ളതാണ്. അപ്പം അതിലത്തെ ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻറ്റ് ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് സതീഷ് ചേട്ടൻ, എൻ്റെ ഹസ്ബൻഡ്, നമുക്ക് 2 ആൺകുട്ടികളാണ്. ഒരാൾ ഓസ്ട്രേലിയ, ഒരാൾ UK. മൂത്താൾ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്, ഫാമിലി ഉണ്ട്. നമ്മൾ മുളപ്പിച്ച റാഗി നീ ഓൺ ചെയ്തോ. ഉണങ്ങി, നല്ലോണം ഉണങ്ങി ഒന്ന് റോസ്റ്റ് ചെയ്യും. കാരണം ഇത് വേറെ പ്രിസർവേറ്റീവ്സ് ചേർക്കുന്നില്ലല്ലോ കേടാവാണ്ടിരിക്കുക. അതുകൊണ്ട് വെള്ളത്തിന്റെ അംശം ഒട്ടും ഉണ്ടാവരുത്. അതുകൊണ്ട് ഉണക്കുന്നത് കൊണ്ടാണ് ആ മുളയൊക്കെ കാണാത്തത്. തനിയെ പൊടിഞ്ഞു വന്നോളൂ. ഉള്ളിൽ നിന്ന് ഇറങ്ങി പോണ്ടാവും. മുളപ്പിച്ച റാഗിയാണ് കേട്ടോ അപ്പോൾ പൊടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് നല്ല ഡിമാൻഡാണ് ഈ പൊടിക്ക്. ഈ പൊടി തന്നെ, ഈ പൊടി മീൻസ് വേറെ ഒന്നും മിക്സ് ഇല്ലാണ്ട് മുളപ്പിച്ച റാഗി പൊടിക്ക് കുഞ്ഞു കുട്ടികൾക്ക് കുറുക്കി കൊടുക്കാനായിട്ട്. എന്ന പോലെ കണ്ണങ്കായയുടെ പൊടി അത് കുട്ടികൾക്ക് വേണ്ടി. ഇത് സാധാരണ ഇവിടെ വർഷക്കാലത്ത് റാഗി പൊടി കുട്ടികൾക്ക് കൊടുക്കില്ല. റാഗി തണുപ്പാണ്, അതുകൊണ്ട് നീരുവീഴ്ച വരും, കഫക്കെട്ടൊക്കെ വരുന്നുണ്ട്. വേനൽക്കാലത്ത് റാഗി പക്ഷെ നല്ലതാണ്. ഇത് 2 എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസാലപ്പൊടികൾ ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പം ഈ മസാല പോലത്തെ സാധനങ്ങളൊക്കെ പൊടിക്കാൻ ഇതും, ബാക്കി ഈ ഇതുപോലെയുള്ള ഉഴുന്ന്, അരി, റാഗി, ഇഡ്ഡലിയുടെ മിക്സ് ഒക്കെ നമ്മളിവിടെ ഇതിൽ തന്നെ പൊടിക്കുക. ഇഡ്ഡലി മിക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് വെറുതെ കലക്കി വെക്കുക വേണ്ടോ അല്ലേ? ഉണ്ടാക്കി അപ്പോൾ അതൊക്കെ പൊടിക്കാൻ അതും അങ്ങനെ. അല്ലെങ്കിൽ ഇതില് മസാലയൊക്കെ പൊടിച്ചാൽ അത് പൊടിക്കുമ്പോൾ അതിലേക്ക് ആ സ്മെല്ല് വരുമല്ലോ. എങ്ങനെ ക്ലീൻ ചെയ്താലും സ്മെല്ല് വരും. അങ്ങനെ ഉള്ളിലും നല്ല സൗകര്യ, വീലുണ്ട്, നമുക്ക് എങ്ങനെയും മാറ്റി വെക്കാനായിട്ട്. അത് ഇത് ആംസ്റ്റർഡം എന്ന് പറഞ്ഞിട്ട് ഒരു UK ബേസ്ഡ് കമ്പനിയാണ്. അത് ഹോം മില്ല്, കിച്ചൺ മില്ലെന്നാ അങ്ങനെ എന്തുകൊണ്ട് ഇതിന്റെ പേര് പറയണത്. ചെറിയൊരു ഇത്, വലിയ മുളകൊന്നും നമ്മള് പൊടിച്ചാൽ ശരിയാവില്ല ഇതില്. നമ്മുടെ അതുപോലെ ഇങ്ങനെ അത് ആക്കണ പോലെ നമ്മളിവിടെ ഉണ്ടാവണമെന്നില്ലേ, അത് തനിയെ പൊടിഞ്ഞ് കഴിയുമ്പോൾ ഒരു സൗണ്ട് വരും. അപ്പൊ നമ്മള് പൊടിയായോടത്തോളം വരെ കാണിക്കാട്ടാ. മുഴുവൻ പൊടിഞ്ഞു കഴിഞ്ഞിട്ടില്ല. കുറച്ച് നല്ല നൈസ് പൊടിയായിട്ട് കിട്ടൂല്ലേ. ഇനി ഇത് അരിക്കൊന്നും വേണ്ട. അല്ല, ഇതിലൊരു അരിപ്പ പോലത്തെ ഇല്ല, അതിൽ കൂടെ അരിച്ചിട്ടാവൂലേ വരുന്നുണ്ടാവും. അരിപ്പതി. അപ്പൊ ഇങ്ങനെയാണ് ഇത് പൊടിഞ്ഞ് വരാ. നമ്മള് മുഴുവൻ പൊടിക്കണ കാണിക്കില്ല കേട്ടോ. ഇനി അവരത് പൊടിച്ചോളും. ജസ്റ്റ് ഇതൊന്ന് കാണിക്കാൻ വേണ്ടി. അല്ല, അതിന് മുന്നേ ഇതേ ഇവിടെ 2 ചേച്ചിമാരുണ്ട് കേട്ടാ. ചേച്ചിയുടെ പേര് ബിന്ദു. ഇവിടെ അടുത്ത് തന്നെയാണ് വീട്. തൊട്ടടുത്ത് തന്നെയാണ് വീട്. അതവർക്ക് മടിയാ. ഇത് സുമതി, ആൾക്ക് ബസ്സിൽ വരണം. പണ്ട് സതീശേണ്ട കമ്പനിയിൽ ഉണ്ടായിരുന്ന ആളാണ്. പിന്നെ ഒരാളും കൂടി ഉണ്ട്. ആൾക്ക് വീഡിയോയിൽ വരാൻ ഭയങ്കര നാണക്കാരിയാണ്. അപ്പൊ ആള് വരുന്നില്ല. വരണ്ട, വാ, വന്നോ. വെറുതെ ഒന്ന് കണ്ടാ മതി. അനിത. അനിത ചേച്ചിയുടെ വീട് നല്ല അടുത്താ. ഇവര് 3 പേരെ എപ്പോ ഉള്ളോ.
ഇപ്പൊ പിന്നെ പുറത്ത് പണിക്ക് കൃഷി അതിനൊക്കെ ആളുണ്ട്, തമിഴന്മാരുണ്ട് കേട്ടോ പണിക്ക്. അവരിവിടെ സ്ഥിരം താമസമാണ്, ഇവര് പോയി വരും അല്ലേ. ഇനി നമ്മുടെ ആന്റിയുടെ പ്രോഡക്ട്സുകൾ എന്തൊക്കെയാന്നൊക്കെ കാണിച്ചു തരാട്ടാ. അപ്പോൾ ലാലാൻറ്റി പ്രോഡക്ട്സ് ഒക്കെ എടുക്കാൻ പോയി. അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഈ പറമ്പ് കണ്ടപ്പോഴേ ഭയങ്കര രസം കാണാനായിട്ട് ഇവിടെ. അപ്പോൾ ചേട്ടനാണെങ്കിൽ ഇവിടെ കിടന്ന് ആർമാദിക്കാൻ തോന്നിയിട്ട് അതായത് പണ്ട് വലിയൊരു കിണറ കുളം അങ്ങനെ വലിയ പറമ്പുകളുണ്ടാവും ഉണ്ടാവും. എന്നിട്ട് അവിടുന്ന് മോട്ടർ അടിച്ചിട്ട് ഒരു ടാങ്ക് ഉണ്ടാവും, ഇഷ്ടി കൊണ്ട് കെട്ടിയിട്ടുള്ള ടാങ്ക്, സിമെന്റ് കൊണ്ട് കെട്ടിയിട്ടുള്ള ടാങ്ക്. അതിലേക്കാണ് ഈ വെള്ളം വീഴുക. അതിൽ നിന്ന് ഒരു ചെറിയൊരു ഗ്യാപ്പ് പഴുതുണ്ടാവും. ആ പഴുതിൽ അതിൽ നിന്ന് അറിഞ്ഞിട്ട് വെള്ളം പോകും. അപ്പൊ ഈ വെള്ളത്തിൽ ഈ ഇതിലേക്ക് കുളിക്കുക, നമ്മള് പിള്ളേകളൊക്കെ കുളിക്കുക. ചാല് കണ്ട ഇതിലെ വെള്ളം വീടും, ആണി എന്ന് പറയും, ആണി കടാ. ഇങ്ങനെയാണ് പോയി. അപ്പൊ ഇതിലൊക്കെ ഇങ്ങനെ കെട്ടിക്കൂട്ടെ. ഇതിലെ വെള്ളം വന്നു കഴിഞ്ഞാൽ അയ്യോ കൈത കടിച്ചു, അല്ല കൈത കടിച്ചു എന്നല്ല, മറ്റേ പൈനാപ്പിൾ ഇത് മുള്ളു കുത്തി കയറി കെടുക്കണില്ലേ ഞാൻ കെടുക്കാൻ പോയിരുന്നു. അല്ല കെടുക്കില്ല കേട്ടാ. ഇതിലെങ്ങനെ വെള്ളം പോവും, കേട്ടാ. അങ്ങോട്ട് നീണ്ടു പോയിട്ടുണ്ട്. അവിടെ ടാങ്ക് നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാൻ സരിത. അപ്പഴാ അതിന്റെ ഇത് മനസ്സിലാവുള്ളോ. ചേട്ടൻ ദയവച്ച് ഇതൊന്ന് പറയണത് കേക്കോ. ഇല്ല അതിൽ വരില്ല. ഇതിലെ പോവാന്ന് ഇതിലെ പോവാം. എന്റെ കൈന്റെ നേരെയാണ് പാലിക്കര ടോൾ പ്ലാസ. എന്റെ അപ്പുറത്തണ്ട കട വണ്ടിയിൽ പോണണ്ട, അവിടെയാണ് ടോൾ പ്ലാസ. അപ്പൊ നമ്മൾ ഈ ചാലിന്റെ അവിടേക്ക് വരുന്നേട്ടാ. അപ്പൊ ഇവിടെ നല്ലൊരു ചാതിൻ്റെ എന്തൊരു തണവാ കടാ. ഈ ചാലിന്റെ ഇതിലെ വെള്ളം വിടുന്നതിന്റെ രീതി നോക്കിക്കോട്ടാ. വെള്ളം വരുന്നത് അവിടെ നിന്നാണ് സരിത, അങ്ങോട്ട് നടക്കാം. വെള്ളം വരുമ്പോ ഇതിങ്ങനെ പൊക്കൂല്ലേ? അത് പൊക്കും. ഇതില് കണ്ടില്ലേ, ഏതിലാണ് പൊന്മാൻ സിനിമ കണ്ടപ്പോ അതില് പൊക്കണ് കണ്ട. അത് കുഞ്ഞു സാധനമാണ് പൊക്കണത്. അതൊന്നും പൊക്കി കഴിഞ്ഞാൽ മീനുകളൊന്നും അധികം പോവില്ല. വലിയ സാധനങ്ങളൊക്കെ പൊക്കുമ്പോഴാണ് മീനുകൾ അധികം പോവാൻ. അവിടെ കുളമുണ്ട് കേട്ടാ. ഞാൻ പറഞ്ഞ ടാങ്കിലേക്ക് എത്താറായിട്ടാ. അതെ ഇതാണ് ആ ടാങ്ക്. ഇതാണ് പണ്ടത്തെ മെത്തേഡ് കേട്ടാ. ഇതില് മോട്ടറിൽ നിന്ന് വെള്ളം അടിച്ചിരിക്കുന്ന ഇറക്കിയും കണ്ട സരിത. എന്നിട്ട് ഇതിൽ നിറഞ്ഞിട്ട് ഇങ്ങനെ പോവും. എന്നിട്ട് ഇങ്ങനെ ചാലിയോടെ ഇങ്ങനെ വെള്ളം പോകുമ്പോൾ പല പല സ്ഥലങ്ങളിലേക്ക് തിരിച്ച് ഇങ്ങോട്ട് വിടും. നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു ഇങ്ങനത്തെ ടാങ്ക്. നമ്മുടെ കിണറിൻ്റെ അവിടെ വലിയ ടാങ്ക് ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ മുണ്ടലക്കാൻ ഇതിനൊക്കെ വരുന്നത് ഇതിൽ നിന്നിട്ട് മുണ്ടലക്കാൻ നനയ്ക്കണത്. മോട്ടർ വിടുന്ന ദിവസം അവരോട് പറയും. അപ്പോൾ അവർ വന്ന് അലക്കാൻ വരും എല്ലാ വീടുകളിലും. ഇതാണ് നാട്ടിൻപുറത്ത്. ഇതേ മോട്ടർ ഷെഡ് കണ്ട. ഇതാണ് മോട്ടർ ഷെഡ്. മോട്ടറുണ്ട്, അല്ല മോട്ടർ ഷെഡ് ഉണ്ട്. അതിന് കുളം കണ്ട. ഈ പറമ്പ് ഭയങ്കര രസാണ് കേട്ടാ. ഏതോ ഒരു നാട്ടും പുറത്തേക്ക് വന്ന പോലെ. നോക്ക് കോഴികൾ, നോക്ക് കരിങ്കോഴികള്, എല്ലാ ടൈപ്പ് കോഴികളുണ്ട്. നോക്കി മോളിയോടെ അടുത്തേക്ക് കണ്ട. കോഴികളൊക്കെ തുറസായിട്ടൊക്കെ എല്ലാ ടൈപ്പ് കോഴി. കഴുത്തിൽ വെപ്പില്ലാത്ത വരെ ഉണ്ട്. വാ അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇനി പോവാട്ടാ. പൈനാപ്പിൾ ഉണ്ടായി നോക്കണമെങ്കിൽ വലുത് നല്ല വലിപ്പുണ്ട്. അങ്ങോട്ട് കുറേ പോകണം കേട്ടോ പറമ്പ്. അങ്ങോട്ട് നടക്കണം, ഇതിൽ ഇറങ്ങി നടക്കണം. 3.5 ഏക്കർ കണ്ട. വെള്ളം തുറന്നു വിടുന്ന സിസ്റ്റം കണ്ട. ഇതിലെ വെള്ളം തുറന്നിട്ടിട്ട് ഈ സെക്ഷനിലേക്ക് ഇത് ഈ സൈഡിലേക്ക്. ഇവിടെയൊക്കെ ജാതി കണ്ട. ഓട് കൊണ്ടാണ് തട്ടുകൾ തിരിച്ചു കൊണ്ട് വരും. കോട്ട് കമ്പി ഏത് നേരം കണ്ട. നോക്കിയേ കണ്ട. പഴയ ഓടുകളായിരിക്കും. അതന്നെ കേടാവണ ഓട്. അത് വെന്തത് അല്ല വേവാത്ത ഓടുകൾ, ശരിക്കും ഫുള്ള് വേവാത്ത ഓടുകൾ. പിന്നെ പൊട്ടിയ ഓടുകൾ, വേവ് കൂടിയത് കരിഞ്ഞ ഓടുകൾ, പൊട്ടിയ ഓടുകൾ, ചിലപ്പോൾ നല്ല ഓടുകൾ എടുത്ത് വയ്ക്കും. അങ്ങനെ നല്ല രസം. കവുങ്ങ്, വാഴ, തെങ്ങ് എല്ലാം ഉണ്ട്. ചീരകളൊക്കെ ഉണ്ട്, മറ്റേ ടൈപ്പ് ചീരകൾ. ജാതിക്കത്തോട്ടം. എന്തൊരു വെയിലാന്നറിയോ. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ കാറിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് വരെ ഞങ്ങൾക്ക് ചൂടെടുത്തിട്ട് ഞങ്ങൾ പറയായിരുന്നു, ദൈവമേ ജനുവരി ഫെബ്രുവരി ആയിട്ടുള്ള അപ്പളത്തേക്ക് ഇവിടെ ഭയങ്കര തണല്. ഇവിടെ ചൂട് നോക്കി അങ്ങോട്ട് നോക്കി എന്തൊരു ഭംഗിയാ. കൂളിങ്ങാന്നറിയോ. അങ്ങോട്ട് പോണം. ഹൈറ്റ് കൂടിയവർ സൂക്ഷിക്കേണ്ടി വരും. എനിക്കൊന്നും കുഴപ്പമില്ല, സുഖമായിട്ട് നടക്കാം. ഇതിപ്പോ നടന്നാലും നമുക്ക് കഴിയില്ല. അപ്പൊ ഇങ്ങനെ കൊറേ ഉണ്ട് പറമ്പ്. ദൈവമേ ഇവിടേക്ക് ഉള്ളിൽ വന്ന വഴി തെറ്റൂല്ലേ. നമ്മളെവിടെ വന്നേ അവിടെ നമുക്ക് ഇതിലെ പോവാം. അല്ല ഈ ചാലി കൂടെ നടന്നാൽ മതി, പറ്റുള്ളൂ. ചാലുകളുണ്ട്, തെളിവ്. പിന്നെ ഇവിടെ പുഴ അടുത്ത് കാരണം വെള്ളത്തിന് ക്ഷാമം ഉണ്ടാവില്ലേ. അതന്നെ. അങ്ങനെ മണലിപ്പുഴയില്ലേ, മണലിപ്പുഴ അത് അടുത്താണ്. അതിന് വെള്ളത്തിന് ഒരു കുഞ്ഞ് ജാതിയുടെ തൈ നോക്കി അതുപോലെ നിറച്ചുണ്ടായിട്ടുണ്ട്.
അതന്നെ ഇത് മറ്റേ ചീര ഇത് നിറച്ച് നട്ടിട്ടുണ്ട് കേട്ടാ ഈ ചീര ഇതെന്തിനെങ്കിലും വീക്കിൻ്റെ പോകുന്നത് ആള് അകത്തി ചീരയില്ലത് അയ്യോ ഇത് വേറെ ടൈപ്പ് ചീരയാ എനിക്ക് എൻ്റെ പേര് ഇതിന്റെ ഒക്കെ പൊടിയുണ്ട് ചേട്ടാ. അതെ അവിടെ നിറച്ചാണ് നട്ടിട്ടുണ്ട്. മുരിങ്ങ കുറേ നട്ടിട്ടുണ്ട്. അപ്പം ഇനി പൊടികൾ നമുക്ക് കാണാം. മഞ്ഞളാണ്ട് പറിച്ചിട്ട് ഇത് ഇവിടുത്തെ ഇത്തവണത്തെ വിളവെടുപ്പിൻ്റെ മഞ്ഞളാ മുഴുവൻ പറിച്ചിട്ടില്ല. ഒരു ദിവസത്തെ മഞ്ഞളാണ് കേട്ടാ. ഒരു ദിവസത്തെ വിളവെടുപ്പ്. ഇത് ഏത് എന്നാ പണ്ടത്തെ നമ്മുടെ നാടൻ മഞ്ഞളുണ്ട്. വർണ്ണശോഭയൊക്കെ മണ്ണുത്തി ഫാമിലെ അതിന് കുർക്കുമിൻ കണ്ടന്റ് കൂടുതലുണ്ട് എന്ന് പറഞ്ഞവര്. നമ്മള് മഞ്ഞൾ അവിടെ ഒരു ദിവസം പറിച്ചിട്ടാണ് കണ്ടില്ലേ. ഇനി പറിക്കാറായിട്ടുള്ള മഞ്ഞൾ ദേ കണ്ട ഇവിടെ കുറെ ഉണ്ട്. ഉണങ്ങി കിടക്കാണ് ഇങ്ങനെ. ഇവിടെ മാത്രല്ല കേട്ടാ, ആ ഭാഗത്തൊക്കെ ഉണ്ട്. പണ്ടത്തെ ഓട്ടുകമ്പിയിലെ മുന്നിലുണ്ടാവുന്ന സാധനമാണ് സിംഹം. സിംഹങ്ങളുണ്ടാവും. എല്ലാ ഓട്ടുകമ്പിയിലും സിംഹങ്ങളുണ്ടാവും. അതെന്താന്ന് എനിക്കറിയില്ല. അച്ഛൻ സിംഹത്തിനെ ഉണ്ടാക്കും അടിപൊളിയിട്ട് കളിമണ്ണുണ്ട്. എന്തൊരു ഭംഗിയില സിംഹത്തിനെ ഉണ്ടാക്കുന്നറിയും. എല്ലാവരും നല്ല കാലം ഇവിടെ നല്ല ഭംഗിയിലാണ് കേട്ടോ. അതൊക്കെ സെറ്റ് ചെയ്യണം. മുളങ്കാട് എന്തായാലും അടിപൊളി വിട്ടിരിക്കാം. ഹായ് എന്ത് രസം. ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ജ്യൂസ്. രാധയുണ്ട് അവിടെ. രാധ കൊല്ലംകാരിയാണ്. സാംബശിവൻ മൂത്ത മരുമകൾ. സാംബശിവന്റെ നാട്ടുകാരി. നമ്മളപ്പോ വീടിന്റെ ഫ്രണ്ടിൽ ആ മുളങ്കൂട്ടത്തിന്റെ മുന്നിലായിട്ട് വന്നേക്കാട്ടാ. അപ്പൊ ആന്റിയുടെ കുറച്ച് പ്രോഡക്ട്സ്, എല്ലാതും ഇല്ല, കുറച്ച് പ്രോഡക്ട്സ് നിരത്തി വെച്ചിട്ടുണ്ട്. മൊത്തം എത്ര ടൈപ്പ് ഉണ്ട്? 33 പ്രോഡക്ട്സ് ഉണ്ട്. ആദ്യമായിട്ട് ഏതാ തുടങ്ങിയത്? മഞ്ഞപ്പൊടി. ആ കോവിഡ് സമയത്ത് എല്ലാരും കലക്കി കുടിക്കലല്ലേ, ഇമ്മ്യൂണിറ്റി കൂട്ടാൻ പറഞ്ഞിട്ട്. അപ്പൊ ഓർഗാനിക് എന്ന് പറഞ്ഞിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് മുഴുവൻ വെറുതെ കളറ് കയറ്റിയ മഞ്ഞപ്പൊടി. അപ്പോ നമ്മളുടെ ഇത് വാങ്ങിച്ചു നോക്കിയിട്ട് നല്ല ഇഷ്ടമായിട്ട് അങ്ങനെ അതില് തുടങ്ങി. മസാല, സാമ്പാർ പൊടിയൊക്കെയാണ് ആദ്യത്തെ പ്രോഡക്ട്സ്. ഈ ഫുഡ് പ്രോഡക്ട്സിന്റെ ബ്രാൻഡിന്റെ പേര് ലാലാന്ന് തന്നെയാണ് കേട്ടോ. മുരിങ്ങയുടെ ഇല പൊടിച്ചത് നമ്മളുടെ പറമ്പിൽ നിന്ന് തന്നെ നമ്മൾ എടുത്ത് ഇലകൾ മാത്രമായിട്ട് പൊടിച്ച് എടുക്കുന്നത്. ഇതാണ് റാഗി ഇഡ്ഡലിയുടെ മിക്സ്. ഇത് നമ്മൾ തലേ ദിവസം കലക്കി വെച്ച് കഴിഞ്ഞാൽ കാലത്ത് ഇഡ്ഡലിയോ ദോശ ദോശയൊക്കെ നല്ല മുരിഞ്ഞ ദോശ കിട്ടും. പിന്നെ ഇത് ശംഖുപുഷ്പം ഉണക്കിയത്. ഇത് 20 ഗ്രാമിന്റെ പാക്കറ്റാണ്. കണ്ടാൽ ഇത് പിടിച്ചു നോക്ക്, ഒരു വെയിറ്റും ഇല്ല. പക്ഷെ ഒരു 500 പൂവെങ്കിലും ഇല്ലാണ്ട് 20 ഗ്രാം വരില്ല. ആ 500 പൂവ് പറിച്ച് ഉണക്കി പാക്ക് ചെയ്യുമ്പോ അതിനാണ് ഇതിന്റെ വില. വയലറ്റ് കളറാണ്. അതിനാണ് ഗുണം കൂടുതൽ. രണ്ടും ഒരേപോലെയെന്ന് പറയുന്നുണ്ട്. പക്ഷെ വെള്ളത്തിന് കാണാൻ ഒരു ഗുമ്മില്ലല്ലോ. നമ്മുടെ ചേറിയേട്ടൻ രണ്ടാമത്തെ ചേട്ടൻ വെള്ളം കുടിക്കുന്നത് മുഴുവൻ വയലറ്റിന്റെ കുടിച്ചാൽ വെള്ളം തിളയ്ക്കുമ്പോ അതിലിട്ടിട്ട് വെച്ചാല്. ഇത് കപ്പ ഉണക്കിയിട്ടുള്ള പൊടി, കൊള്ളിപ്പൊടി. പുട്ടൊക്കെ ഉണ്ടാക്കാൻ ചിലവരിങ്ങനെ ആവശ്യപ്പെട്ടിട്ട് ഉണ്ടാക്കി. തുടങ്ങി പിന്നെ ആളുകൾ ഇങ്ങനെ അങ്ങനെയാണ്. ഇതാണ് നമ്മളുടെ ഏറ്റവും അവസാനത്തെ ലേറ്റസ്റ്റ് പ്രോഡക്റ്റ്, ഉണക്കച്ചെമ്മീൻ ചമ്മന്തിപ്പൊടി. നോൺ വെജിലേക്ക് കടന്നു, മറ്റേതൊക്കെ വെജായിരുന്നു. ഇത് സാമ്പാർ പൊടി. മഞ്ഞപ്പൊടി കഴിഞ്ഞാൽ ഏറ്റവും ഡിമാൻഡുള്ള സാധനം സാമ്പാർ. പിന്നെയാണ് ന്യൂട്രിമിക്സ് വരുന്നത്, മീറ്റ് മസാല അതുപോലെ തന്നെ. ഇത് ദാഹശമനി. ഇത് ഇതുപോലെ 8-നേക്കാളധികം പ്രൊഡക്ട്സ് ഉണ്ട്. നമ്മളുടെ ഇവിടെ തന്നെ തുളസിയില, പനിക്കൂർക്ക, തുളസിയില ഉണ്ട്, പനിക്കൂർക്ക, പിന്നെ അയമോദകം, ചുക്ക്, ജീരകം എല്ലാം കഴുകി ഉണക്കി ചൂടാക്കി പൊടിച്ചിട്ടുള്ള ഒരു സാധനം. ഇത് കോൾഡൊക്കെ സ്റ്റാർട്ടിങ് വരുമ്പോഴേക്കും നമുക്ക് ചുക്ക് കാപ്പി ഉണ്ടാക്കാൻ ഇതിൽ കുറച്ച് ശർക്കര ചേർത്ത് തിളപ്പിച്ച് ഡിക്കോഷൻ പോലെ കുടിച്ചാൽ തൊണ്ടവേനയ്ക്കും ചുമയ്ക്കും പനിക്കൊക്കെ നല്ലതാണ്. അല്ലെങ്കിൽ ഡെയിലി നമ്മൾ കുറച്ചിട്ടിട്ട് സാധാരണ വെള്ളം, ചുക്ക് വെള്ളം, ജീരകം വെള്ളമൊക്കെ കുടിക്കില്ലേ, അതുപോലെ അങ്ങനെ കുടിക്കാം. അതും നല്ല. ഇത് നമ്മൾ കുരുമുളക് അത് കഴുകി അതിൻ്റെ പൊന്തൽ മാറ്റിയിട്ട് ഫുൾ മണി മാത്രമായിട്ടുള്ളത്. ഇത് കുഞ്ഞു മണികളൊന്നും ഇല്ല അതില്. അത് കഴുകി അങ്ങനത്തെ ഒരു. പിന്നെ ഇത് നമുക്ക് ഡയറക്റ്റ് ചെറിയ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് പൊടിച്ചാൽ മതി. പിന്നെ കഴുകി കിട്ടുന്ന ആൾക്കാർക്ക് വേറെ ഒന്നും കഴുകാനൊന്നും നിൽക്കണ്ടെന്ന് പറയാ. ഇത് കണ്ണങ്കായയുടെ പൊടി കുഞ്ഞുങ്ങൾക്കായിട്ട്. ഞങ്ങള് കുന്നങ്കായ എന്ന് പറയും, ഇവിടെ കണ്ണങ്കായ എന്ന് പറയാ. കുറച്ച് ദൂരമുള്ള വ്യത്യാസം, അവിടെ 4 കിലോമീറ്ററിന് വ്യത്യാസമല്ലോ. അപ്പോഴേക്കും പേര്. ഇത് ചക്കക്കുരുവിന്റെ
നുറുക്ക്, ആ ചക്കക്കുരു. ചക്കക്കുരുവിന്റെ നുറുക്കാണ്. അത് പായസം ഉണ്ടാക്കാനും പരിപ്പ് വടയ്ക്ക് പരിപ്പില്ലാണ്ട് വട ഉണ്ടാക്കാം. പിന്നെ ചക്കക്കുരുവും ചക്ക ഇല്ലാത്ത സമയത്ത് പരിപ്പ് മുരിങ്ങക്കായും ചക്കക്കുരുവും കറി വെക്കില്ലേ, പ്രാവശ്യം വെച്ച് നോക്കി ശരിക്കും ചക്കക്കുരു നന്നാക്കും. ഇതൊന്നും വേണ്ടല്ലോ, പെട്ടെന്ന് ഇടുക, എല്ലാതും ഇടുക. അപ്പൊ ഈ ചക്കക്കുരു ഗ്രാനുൾസ് അല്ലേ, അതുകൊണ്ട് ആന്റി നമുക്കൊരു പായസം ഉണ്ടാക്കി തരുന്നതായിരിക്കും അല്ലെ. നല്ല പ്രോസസ് അതിന്റെ. അത് ആദ്യം കുക്കറിലൊന്ന് സ്റ്റീം ചെയ്യും, എന്നിട്ട് അതിന്റെ ആ വെള്ള പ്ലാസ്റ്റിക് പോലത്തെ കളയണം. അത് കഴിഞ്ഞ് മുറിച്ച് മിക്സിയിലൊന്ന് അരച്ച് ഉണക്കി വീണ്ടും ഒന്ന് പൊടിച്ച് ഇതിന്റെ നൈസ് പൊടി നമ്മൾ ഈ ന്യൂട്രി മിക്സിൽ ചേർക്കുന്നുണ്ട്. അതിന്റെ ഗുണങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ചക്കക്കുരു എല്ലാ ദിവസവും എടുത്ത് കഴിക്കും ആൾക്കാർ. അങ്ങനെയാണ് ചക്കക്കുരു കളയാണ് ചെയ്യണത്. അതെ അതെ. ഇത് മുളപ്പിച്ച റാഗിപ്പൊടി, ഇത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മള് കയറ് കൊടുത്ത് കഴുകി ഉണക്കി അത്ര പ്യൂറായിട്ടുണ്ട്. അതെ അതെ. ഇത് മീറ്റ് മസാല. ഇത് മീറ്റ് എന്ന് പറഞ്ഞാലും ചിക്കൻ ആയാലും മുട്ടക്കറി, കടലക്കറി, ഗ്രീൻ പീസ് കറി, കോളിഫ്ലവർ കറി പോലെ എല്ലാ മുളകും മല്ലിയും ഒക്കെ കഴുകി ഉണക്കിണ്ട്. മഞ്ഞപ്പൊടി മാത്രം ഇല്ല. അപ്പോ ഏത്തക്കായ ഉണക്കിയത്, അതും മിൽക്ക് ഷേക്ക് ഒക്കെ ഉണ്ടാക്കാനായിട്ടും കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ തെക്കോട്ടൊക്കെ കൂടുതൽ അതിനാ ഡിമാൻഡ്. അത് നമ്മളുടെ പറമ്പെന്ന് ഉണ്ടാവുന്നതാണ്. വേറെ ഇംഗ്ലീഷ് ചെയ്ത കായൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇല്ല, അതാ നമ്മള് ഇല്ലല്ലോ. അപ്പൊ നമുക്ക് ഇത്തിരി അങ്ങനത്തെ രീതിയിലേക്ക് പോയാ ഇത് രസം പൗഡർ. ഇത് രസം. ഇതാണ് നമ്മുടെ തുടക്കം കുറിച്ച സാധനം. ഒരു പ്രാവശ്യം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ മണം വന്നാലേ കടയിൽ വാങ്ങിക്കണ മഞ്ഞപ്പൊടി ഇതായിട്ട് ചക്കപ്പൊടി, ഭയങ്കര ഡിമാൻഡ്. ഇപ്പൊ സ്റ്റോക്ക് തീർന്നിരിക്കുക. കഴിഞ്ഞ കൊല്ലം നമ്മൾ ഇത്ര ഡിമാൻഡ് ഉണ്ടാവും വിചാരിച്ചില്ല. കാരണം ഇത് ഫാറ്റി ലിവർ പെട്ടെന്ന് കുറയ്ക്കുന്നത്. അപ്പൊ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഷുഗറും കുറയും. അങ്ങനെ ഇപ്പൊ കൂടുതൽ സ്റ്റഡീസ് വന്നോട് കൂടിയിട്ട് ആൾക്കാര് 3 പാക്കറ്റൊക്കെ മാസം വാങ്ങിക്കണ സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക്. കഴിഞ്ഞു പറഞ്ഞിട്ട് ഓരോരുത്തർ പേഴ്സണൽ വിളിച്ച് ആദ്യത്തെ പാക്കറ്റ് ഞങ്ങൾക്ക് വേണമെന്ന് പറയണത്. അത് പ്രൂവ് ചെയ്തു. ഇപ്പൊ അമേരിക്കയിൽ വരെ ഇത് പ്രൂവ് ചെയ്തു, ചക്കപ്പൊടി അത്രയും നല്ലത്. ഇത് ടോസ്റ്റഡ് റൈസ് പൗഡർ എന്ന് പറഞ്ഞാൽ അരി വറുത്ത പൊടി. നമ്മുടെ അരി കൊണ്ട് ഉണ്ടാക്കുക, എള്ളുണ്ട് അതിലേക്കൊക്കെ ചേർക്കില്ലേ, അരി വറുത്തതിന്റെ പൊടി. അപ്പൊ ആൾക്കാർക്ക് ഈ ഫ്ലാറ്റിലുള്ളവർക്കൊക്കെ ഇത് ഉരുളിയിലിട്ട് വറക്കല്, പിന്നെ അതിന്റെ പാകം അറിയില്ല, അങ്ങനെയൊക്കെ. ഇത് കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. പിന്നെ ചിലവര് ഇത് കറിയൊക്കെ ഇങ്ങനെ ടേസ്റ്റ് കൂട്ടാനും അങ്ങനെയൊക്കെ ഇത് ചെമ്പരത്തി പൗഡർ, താളിയായിട്ട് ഉപയോഗിക്കാം. ചെമ്പരത്തി താളി, അത് ഷാമ്പൂ ആയിട്ടും കണ്ടീഷണറിനൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് മാത്രം മതി, നല്ലോണം. പിന്നെ ഇതിൽ എണ്ണ കാച്ചാൻ കുറെ പേര് വാങ്ങിക്കുന്നുണ്ട്. പിന്നെ ഫേസ് പാക്ക് ആയിട്ടും ഉപയോഗിക്കുന്നത് നല്ലതെന്ന് പറയണു. നീം പൗഡർ, അത് താരം പോവാനായിട്ട് ഒരു ഒറ്റമൂലിയത്. അത് പുളിച്ച തൈരില് ഇത് കുറച്ച് ചേർത്തിട്ട് തലയിൽ തേച്ചാൽ 2-3 പ്രാവശ്യത്തേൽ തന്നെ നല്ല റിസൾട്ട് അറിയുന്നു പറയണു. അതും എനിക്ക് ഒരു മഹാരാഷ്ട്ര ഒരു ഫ്രണ്ട് ഉണ്ട്, അവര് വെക്കണ വേപ്പിന്റെ ഇല ഒടിക്കാൻ വന്നൂടെ. ചോദിച്ചപ്പോ പറയണ് ഇതിന് താരന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ എന്തുകൊണ്ട് ചേച്ചിക്ക് ഇത് പ്രൊഡക്റ്റ് ആക്കി കൂടാന്ന് പറഞ്ഞപ്പോ ഇതും എണ്ണ കാച്ചാൻ എടുക്കുന്നുണ്ട്. അപ്പൊ ഫ്ലാറ്റിലൊക്കെ ഉള്ളവർക്ക് ഇത് ഇലയൊക്കെ ഒടിക്കാൻ ഫോണ് അങ്ങനെ. ഫേസ് പാക്ക് ഇതിപ്പോ എന്റെ മരുമകള് രാധ പറഞ്ഞില്ലേ, രാധയുടെ ഏറ്റവും ഫേവറേറ്റ് സാധനം ഇതാ. ഇപ്പൊ ആളുടെ കസിൻസിനൊക്കെ ഇത് ഇട്ട് കൊടുത്തിട്ട് ഇപ്പൊ എല്ലാരും 2-3 പാക്കറ്റ്സ് ഓർഡർ. ഇങ്ങനെ കരിവാളിപ്പ് പോലെ മുഖത്ത് കരിവാളിപ്പൊക്കെ വരില്ലേ, അതൊക്കെ നല്ലോണം പോകും. പൗഡർ പണ്ട് മുതലേ നമ്മള് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇവിടെ സൈസേട്ടൻ്റെ അച്ഛനൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു സാധനം, മോളേമെന്ന് ചോര വരുന്നതിന് അങ്ങനെയൊക്കെ. പിന്നെ അതില് കരയാമ്പുണ്ട്, ജാതിക്കയുടെ പൊടിയുണ്ട്, പിന്നെ മാവിന്റെ ഇല, പേരലയുടെ കൂമ്പ്, അങ്ങനത്തെ കുറെ സാധനങ്ങൾ കൂടിയിട്ടുള്ളതായത് മുളപ്പിച്ച റാഗി, തീന, മില്ലറ്റ്സ് ഉണ്ട്, പിന്നെ ഫ്ലാക്സ് സീഡ്, സെസ്മി സീഡ് ഉണ്ട്, ചക്കയുടെ പൊടി, ചക്കക്കുരുവിന്റെ പൊടി, കുറച്ച് മുരിങ്ങലപ്പൊടി, ഓട്സ്, ഇതെല്ലാം ഫൈനായിട്ട് പൊടിച്ചതല്ല,
നമുക്ക് കുറുക്കുണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ ഓട്സ് ഒക്കെ ഒന്ന് പതുക്കെ ഒന്ന് ക്രഷ് ചെയ്യുള്ളൂ. അതെ, പിന്നെ നമുക്ക് കടിക്കാൻ ഇഷ്ടമുള്ള അത്രയും സാധനങ്ങൾ, ഡ്രൈ ഫ്രൂട്ട്സ്, സീഡ്സ്, നട്ട്സ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിച്ച് ആക്കാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു മീലായിട്ട് ഇത് കഴിക്കണം. ഒരു ബുൾസയും കൂടിയും കഴിച്ചു കഴിഞ്ഞാൽ തിരക്കിട്ട് ജോലിക്ക് പോണവർക്കൊക്കെ ഒരു മീലായി. കുറെ പേര് പറയണ അത് രാത്രി തൈര്, പുറത്തുള്ളവരൊക്കെ യോഗട്ട് നല്ല തൈര് കിട്ടുമല്ലോ, അത് ചേർത്തിട്ട് ഉപ്പും കുരുമുളക് ഇട്ട് കഴിക്കണത്. പിന്നെ ചിലര് വെജിറ്റബിൾസ് 2 ചിക്കൻ പീസ് ഇട്ട് കഴിഞ്ഞാൽ സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് കഴിക്കണേക്കാളും ടേസ്റ്റ് ആയിട്ട് ഒരു സൂപ്പാക്കാം ഇത്. എല്ലാ വെജിറ്റബിൾസും ഇടുക, പിന്നെ 2 ചിക്കൻ പീസ് ഇടുക, ഒരു മുട്ട ബീറ്റ് ചെയ്ത് അതിലൊഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഹെവി മീല. അങ്ങനെ കുറെ പേര് കഴിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പോലും ചിന്തിക്കാത്ത തലത്തിലേക്ക് ഈ ന്യൂട്രിമിക്സ് ശരിയാ. എന്നുവെച്ചാൽ ഓരോരുത്തരും ഓരോന്നും ഉണ്ടാക്കി എനിക്ക് ഫോട്ടോ അയച്ചു തരും. പിന്നെ കർണാടക സ്റ്റൈലിൽ നമ്മളൊരു ഓട്ടട ഉണ്ടാക്കണ പോലെ ചീല ദോശക്കല്ലിൽ നേരിട്ട് ഒന്ന് കുഴച്ചിട്ട് പരത്തി വെച്ചാ ഒരു ചട്നി നമ്മുടെ ഈ ചട്നിപ്പൊടി ചീല ഉണ്ടാക്കണമെന്ന് പറയുന്നത് ചട്നിപ്പൊടി. ഇതും നല്ല ഡിമാൻഡുള്ള ഒരു സാധനം. പിന്നെ ഇത് കൂടാതെ ഇവിടെ കൊണ്ടുവയ്ക്കാത്ത കുറച്ച് പ്രോഡക്ട്സും കൂടി ഉണ്ട്. കൊടപ്പുളി, സാധാരണ കോൽപ്പുളി, സാമ്പാർ പുളി, കൊണ്ടാട്ടം, മുളക് കൊണ്ടാട്ടം, പാവയ്ക്ക കൊണ്ടാട്ടം. മുളക് ഈ തൈരിലൊക്കെ ഇട്ടിട്ട് തൈരില് 3-4 ദിവസം തൈരിലിട്ടിട്ട് ഉണക്കി എടുക്കുന്നതാണ്. കുഞ്ഞു കുഞ്ഞു പാക്കറ്റായിട്ടാണ് കൊടുക്കുന്നത്. പാവയ്ക്ക ആയാലും ഡ്രയറിലൊക്കെ വെച്ച് ഉണക്കണ കാരണേ ഒന്നും. അതാണ് ഒരു പോയിന്റ് ആണത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊടപ്പുളി ആയാലും പുറത്ത് വെച്ചിട്ടല്ല ഉണക്കണത്, ഈ അടുപ്പിൻ്റെ അവിടെ ഇട്ടിട്ട് കരി പിടിപ്പിച്ചിട്ട് അങ്ങനത്തെ പരിപാടിയല്ല. ഡ്രയറിൽ വെച്ചിട്ടാണ്. ഇവിടെ തന്നെ കൊടപ്പുളിയുടെ മരങ്ങളുണ്ട്. അതിൽ കിട്ടുന്ന കൊടപ്പുളി ഇവിടുത്തെ ഡ്രയറിൽ വെച്ചിട്ട് ഉണക്കിയിട്ടാണ് പാക്ക് ചെയ്യുക. അപ്പോൾ കുഞ്ഞു പ്രാണികൾ വന്നിരിക്കില്ലേ, പൊടി, പക്ഷിമൃഗാദികളുടെ ഇതുകളോ ഒരു ഡസ്റ്റ് ഒന്നും ഇല്ലാണ്ട് അത്ര പ്യുവറായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഡ്രയർ നമ്മൾ കാണിച്ചില്ലേ, മറ്റേ നമ്മൾ നേരത്തെ കയറിയില്ലേ ഉള്ളിലത്തെ റൂമിലുണ്ട് ഒരു അടുക്കളയുണ്ട് അവിടുത്തെ, അതിലാണ് ഡ്രയർ എടുക്കുന്നത്. അത് കാണിച്ചു തരാം. വിറക് കത്തിച്ചുള്ള ഡ്രയറും ഉണ്ട്, കറണ്ടിലുള്ളതുണ്ട്. അപ്പൊ നമ്മൾ സോളാർ ചെയ്തു. അപ്പോൾ ആൻറ്റീനെ നമ്മൾ പരിചയപ്പെട്ടു, ആൻറ്റിയുടെ പ്രോഡക്ട്സ് ഒക്കെ കണ്ടില്ലേ. ഇതൊക്കെ ഇതിലെന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നിട്ടുള്ള നമ്പറിൽ വിളിച്ചിട്ട് ഓർഡർ ചെയ്താൽ മതി. ഇന്ത്യ മുഴുവൻ ഡെലിവറി ഉണ്ട്. ഇന്ത്യക്ക് പുറത്ത് സൗത്ത് ഇന്ത്യയിലേക്കൊക്കെ നമ്മൾ DTDC ഡെയിലി ഇവിടെ വരും, പാക്ക് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ എളുപ്പമായി. പിന്നെ നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ ഇന്ത്യ പോസ്റ്റ് വഴി നമ്മൾ കൊണ്ടുകൊടുക്കണം പോസ്റ്റ് ഓഫീസിൽ. അങ്ങനെ കൊടുക്കും. വിദേശത്തേക്കില്ല, ലൈസൻസ് ഒന്നും എടുത്തിട്ട് അതൊക്കെ ഈ ഒരു ഏജില് അത്രയും ഇങ്ങനെയൊക്കെ ആവും റിസ്ക്. പിള്ളേരാരും ഇല്ലാണ്ടാവുമ്പോഴേ എനിക്ക് പറ്റുന്ന പോലെ ഒരു കൂടുതൽ ഭാരമാവാത്ത രീതിയിലൊരു ഹോബിയായിട്ട് കൊണ്ടു നടക്കുന്നതാണ്. പക്ഷെ ഒരുപാട് പേര് ഗൾഫിൽ നിന്നും UK എന്നൊക്കെ വരുന്ന ആൾക്കാർ ബൾക്കായിട്ട് നാട്ടിൽ വരുമ്പോ ആൻറ്റി വളരെ ഒരു സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള അടിപൊളി കുക്കാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ സ്വയം കണ്ടുപിടിക്കണ ആളെന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായില്ലേ ആള് എന്ത്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള കോക്കനട്ട് ഉപ്പുമാവ്, കോക്കനട്ട് റൈസ്, യെസ് കോക്കനട്ട് ഉപ്പുമാവ് അല്ല കേട്ടാ, കോക്കനട്ട് റൈസ്, അങ്ങനെ കുറേ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആൻറ്റീനെ കൊണ്ട് പാചകമൊക്കെ ചെയ്യിപ്പിക്കണമെന്ന്. പക്ഷേ ഇനിയിപ്പോൾ ഈ വീഡിയോ പാചകം കൂടി ആഡ് ചെയ്യുമ്പോൾ ഭയങ്കര ലെങ്തി വീഡിയോവും. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ അതന്നെ.